നാരായണീയം ദിശകൾ 16-ലെ 9-ാമത്തെ ശ്ലോകമാണ് വായിച്ചർത്ഥം പറയുന്നത്. ദക്ഷസ്തു ധാതുരതിലാളനയാരജോന്തോ നാത്യാധൃതസ്തു ച കഷ്ടമശാന്തിരാസീത് യേനം വ്യരുന്ത സഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തോടു കൂടി ആ നരനാരായണന്മാരുടെ കഥയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ദക്ഷൻ്റെ കഥയാണ് പറയുന്നത്. ദക്ഷനാകട്ടെ ധാതുഹു ബ്രഹ്മാവിൻ്റെ അതിലാളനയാൽ ആ ബ്രഹ്മാവിൻ്റെ അധിക ലാളനയാൽ രജോന്തഹ ഒരു വിവേകവും ഇല്ലാത്തവനായി. ദേഷ്യം, അസൂയ എല്ലാം കൂടിയായപ്പോൾ വിവേകം നഷ്ടപ്പെട്ട് അഹങ്കാരിയായി മാറി എന്നാണ് പറയുന്നത്. നാത്യാധൃതസ്ത്വയി എന്നുവെച്ചാൽ അത്യാദിതഃ ത്വയി നിന്തിരുവടിയിൽ ഭക്തി ഒന്നും ഇല്ലാത്തവനായി തീർന്നു. അങ്ങനെയും ആയി തീർന്നു എന്നാണ്. കഷ്ടമശാന്തിരാസീത് കഷ്ടം മനസ്സിന് ഒരു ശാന്തിയും ഇല്ലാത്ത ആളായി. ഏന അതുകൊണ്ടൊക്കെ വ്യരുന്ധ നിന്ദിച്ചു സഭവത്തനുമേവ നിന്തിരുവടിയുടെ ആ ഭാഗം ഒരു അംശമായിട്ടുള്ള ആ ശിവഭഗവാനെ ഒരുപാട് നിന്ദിച്ചു. വൈരപിശുനെ യജ്ഞേച്ച ശത്രുത കാണിക്കാൻ വേണ്ടി മാത്രം നടത്തിയ യജ്ഞത്തിൽ സ്വശ്രുതാം സ്വന്തം മകളെ അവമാനിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അന്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ദക്ഷത്തു ആ ദക്ഷനാകട്ടെ ധാതുരതി ലാളനയാ ആ ബ്രഹ്മാവിൻ്റെ അമിത ലാളന കാരണം രജോ ഗുണങ്ങളിൽ വിവേകശൂന്യനായിട്ട് ത്വയി ന അത്യാധൃത അങ്ങയിൽ ഒരു ആദരവുമില്ലാത്തവനായിട്ട് അശാന്തിച്ച മനസ്സിന് ഒരു ശാന്തിയും ഇല്ലാത്തവനായി തീർന്നു. ഏന അതുകൊണ്ട് ഈ വക സ്വഭാവങ്ങളെല്ലാം കൊണ്ട് സഹ ആ ദക്ഷൻ ഭവത്തനുമേവ സർവം നിന്തിരുവടിയുടെ തന്നെ സ്വരൂപമായ ശിവനെ വ്യരുന്ധ നിന്ദിച്ചു. വൈരപിശുനെ ശത്രുത കാണിക്കാൻ വേണ്ടി മാത്രം നടത്തിയ യജ്ഞത്തിൽ സ്വശ്രുത വ്യമനീച്ച സ്വന്തം മകളെ അപമാനിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയണത്. ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. ദക്ഷസ്തു ധാതുരതി ലാളനയാരജോന്തോ നാത്യാധൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ത സഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീത്.